ഹലോ ഫ്രണ്ട്സ്, തിയേറ്ററിൽ മലയാള സിനിമകൾ ഒന്നൊന്നായി അങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. മോളിവുഡിൻ്റെ ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു പീക്ക് ടൈം തന്നെയാണ് 2024 ഫെബ്രുവരി മാസം. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 3 സിനിമകളും 3 കാറ്റഗറിയിൽ പെട്ടതാണെന്നതാണ്. റൊമാൻറ്റിക് കോമഡി ജേണറിൽ വരുന്ന പ്രേമലൂസ്, സർവൈവൽ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന മഞ്ഞുമ്മൽ ബോയ്സ്, എക്സ്പെരിമെൻ്റൽ ത്രില്ലർ ജേണറിൽ വരുന്ന ഭ്രമയുഗം. 3 സിനിമകളും കാണാൻ പ്രേക്ഷകരുണ്ട്. അതിൽ പ്രേമലു നേരത്തെ തന്നെ വേൾഡ് വൈഡായി 50 കോടി ക്ലബിലേക്ക് സ്ഥാനം പിടിച്ചിരുന്നു. ഇപ്പോഴിതാ മമ്മൂക്കയുടെ ഭ്രമയുഗം ഇന്നത്തോടുകൂടി 50 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സും 50 കോടി കടക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഓരോ സിനിമയുടെയും വ്യക്തമായ കളക്ഷൻ നമുക്ക് നോക്കാം. നെസ്ലിൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ റോംകോം സിനിമയായിരുന്നു പ്രേമലു. 9 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം കേരളത്തിൽ നിന്ന് 16 ദിവസം കൊണ്ട് 32 കോടി 80 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 കോടി 50 ലക്ഷവും ഓവർസീസിൽ നിന്ന് 23 കോടി 80 ലക്ഷവും ചിത്രത്തിന് ലഭിച്ചു. ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 61 കോടി 10 ലക്ഷം രൂപയാണ്. ചിത്രം ഇങ്ങനെ പോയാൽ 80 കോടി വരെ ഫൈനൽ കളക്ഷൻ നേടാൻ സാധ്യതയുണ്ട്. മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ എക്സ്പെരിമെൻ്റൽ ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു ഭ്രമയുഗം. 27 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം 10 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 18 കോടി 88 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 40 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 23 കോടി 20 ലക്ഷം രൂപയും നേടിയിട്ടുണ്ട്. 10 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 47 കോടി 48 ലക്ഷം രൂപയാണ്. ഇന്നത്തോടുകൂടി ചിത്രം വേൾഡ് വൈഡായി 50 കോടി കടക്കും. ജേണർ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത് വലിയൊരു കളക്ഷനാണ്. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൂടിയായിട്ടും നല്ല വിജയം തന്നെയാണ് സിനിമ ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഈ ജേണറിലുള്ള ഒരുപാട് സിനിമകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീനാഥ് ബാസി, സൗബിൻ ഷാഹിർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സർവൈവൽ ത്രില്ലർ സിനിമയായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ്. ചിത്രം പ്രതീക്ഷിച്ചതിലും വലിയ രീതിയിലുള്ള കളക്ഷനാണ് വെറും 3 ദിവസം കൊണ്ട് നേടിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് 10 കോടി 60 ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 40 ലക്ഷവും ഓവർസീസിൽ നിന്ന് 14 കോടി രൂപയും സിനിമ നേടിയിട്ടുണ്ട്. 3 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 26 കോടി രൂപയാണ്. ഇന്നത്തോടുകൂടി ചിത്രം വേൾഡ് വൈഡായി 40 കോടിക്കടുത്ത് വരെ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ റിലീസായ 3 സിനിമകളും 50 കോടി കടക്കുന്ന കാഴ്ച ഒരു അത്ഭുതം തന്നെയാണ്. മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം ഈ 3 സിനിമകളും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുമുണ്ട്. സോ എല്ലാവരും താല്പര്യമുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക. സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.